Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, we can start. Who is going to do prayer? ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നുന്നിൽ ഈറനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിന്നുന്നിൽ ഈറനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്നയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിലച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിലും കാരണനായുള്ള തമ്പുരാനേ. Good morning, ma'am. Good afternoon, ma'am. Sorry. Good afternoon, all. Nice. Good afternoon. Good afternoon. So it was signing വേണ്ടിയിട്ടായിരുന്നു good afternoon പറഞ്ഞ് തുടങ്ങിയത്. ദിവ്യയാണ് മിസ്സേ സൈനി പറയണെന്ന്. മിസ്സേ സൈനിങ് പറയട്ടെ. Okay. നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് നെവർ സ്റ്റോപ്പ് ടീച്ചിങ്. ജീവിതം നമ്മെ പഠിപ്പിക്കുക എന്ന പ്രക്രിയ ഒരിക്കലും ഇറക്കി വെച്ചിട്ടില്ല. സൈനിങ് ബൈ ദിവ്യ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഒരാളെ ഉള്ളൂ സൈൻ ഇൻ ചെയ്യാൻ. മാം ഞാനും മാം ചെയ്യൂ പ്ലീസ്. ഓക്കെ മാം എന്നെ കാണുന്നുണ്ടോ മാം? ഹലോ മാം കാണുന്നുണ്ടോ? കാണാം. കാണുന്നുണ്ട്. കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. Good morning, dear children. Watermelon, pineapples, banana, fruit salad, signing by Smita. വെരി നൈസ്. നമ്മള് സെഷൻസിനൊക്കെ പോകുമ്പോ കുട്ടികളുടെ സെഷനിൽ അവർക്ക് ഐസ് ബ്രേക്കിംഗ് കൊടുക്കുന്നത് ഇത് വെച്ചിട്ടായിരുന്നു. ഷേക്ക് ഉണ്ടാക്കിയത്. അപ്പൊ അവര് നിന്ന് അങ്ങ് ഷേക്ക് ചെയ്യും. സ്മിത ചേച്ചി സൂപ്പർ ആയി ചെയ്തു. ചേച്ചി ബനാന വന്നപ്പോഴേക്കും എനർജി മുഴുവൻ വന്നു. ഓക്കെ, സോ ഐഷ എന്തെങ്കിലും കാണിക്കാനായിരുന്നു? പ്ലീസ്. ഓക്കെ. The past is your lesson. The present is your gift. The future is your motivation. സൈൻ ഇന്നത്തൊരു ഔട്ട് ഓഫ് ദ ഡേ വന്നോണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തില്ല. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു?
യൂണിറ്റ് 4 കംപ്ലീറ്റ് ആയി. Unit 4 complete ആയി. Self construction, right? അതെ. Yes, ma'am. Yes, ma'am. സോ നിങ്ങൾക്ക് യൂണിറ്റ് 5 അതായത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആരെങ്കിലും എടുത്തിരുന്നോ? Yes, ma'am. സിക്സ്ത് യൂണിറ്റ് സൊസൈറ്റി ഓഫ് കൊഹിഷൻ. സോ വി ആർ മൂവിങ് ടു യൂണിറ്റ് 7. അതൊരു വലിയ യൂണിറ്റ് മാത്രമല്ല, ഭയങ്കര ഇമ്പോർട്ടന്റ്. നിങ്ങൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് കയറാൻ പോവുകയാണ്. ആ എൻവയോൺമെന്റ് എങ്ങനെ ഇരിക്കണം, അപ്പൊ നമ്മൾ ശരിക്കും ആ എൻവയോൺമെന്റ് ഫീൽ ചെയ്ത് തന്നെ മുന്നിലൂടെ പോകണം. കാരണം ഒരു മോണ്ടിസോറി സ്കൂളിലെ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ രീതിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിലും നമ്മൾ പോകുന്ന ഇടങ്ങളിലും, നമ്മളിപ്പോ സ്കൂളിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിലും എല്ലാം ആ രീതിയിൽ ആ എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ആകണം എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു കുട്ടി, നമുക്കറിയാം ഇപ്പൊ ഒരു 10 കുട്ടികൾ പഠിക്കുന്ന 10 കുട്ടികളുള്ള ഒരു മോണ്ടിസോറി സ്കൂളാണെങ്കിൽ 10 കുട്ടികളും 10 രീതിയായിരിക്കും. അപ്പൊ ഓൾറെഡി അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എൻവയോൺമെന്റ്. പക്ഷെ കുട്ടികളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് അവിടെ വീണ്ടും മോഡിഫിക്കേഷൻസ് വരുത്തുന്നു. അതാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത. മരിയ മോണ്ടിസോറി ഇനീഷ്യലി കുറേ കാര്യങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ ചെയ്തു വെച്ചു. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് കുട്ടികൾക്കനുസരിച്ച് അതെല്ലാം മാറ്റങ്ങൾ വരുത്തി. അതിൽ പല മോഡിഫിക്കേഷൻസും വന്നു. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ്, കുട്ടികൾക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ വന്നു. എനിക്ക് ഓരോ യൂണിറ്റ് ആയിട്ടാണ് എൻ്റെ മെറ്റീരിയൽ ഇരിക്കുന്നത്. പേജ് നമ്പർ എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും പേജ് നമ്പർ വേണമെങ്കിൽ 15 minutes ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരണേ. ഷുവർ. പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക്. കാരണം ആർക്കെങ്കിലും അറിയണമെങ്കിൽ 15 minutes ജസ്റ്റ് ആ സമയമാകുമ്പോ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം കേട്ടോ. Sure, ma'am. ഈ ഒരു ടൈമാണ്, അതായത് ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു അത് തീരാറാകുന്ന ഒരു ടൈമാണ് ശരിക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റിയ ഒരു ടൈം. കാരണം നമ്മൾ മെത്തേഡ് മനസ്സിലാക്കുന്നു, ആ എൻവയോൺമെന്റിലുള്ള മെറ്റീരിയൽസ് ആണെന്ന് മനസ്സിലാക്കുന്നു. കുട്ടികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് കുട്ടികളെ മനസ്സിലാക്കാം. ഓക്കെ, സോ യൂണിറ്റ് 7 മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 7 മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. സോ ആരാ റീഡ് ചെയ്യുക ഫസ്റ്റ് 2 പാരഗ്രാഫ്സ്? എനിവൺ പ്ലീസ്? നെക്സ്റ്റ് സെഷൻ ജാസ്മിൻ വായിച്ചോളൂ, ഓർത്തിരുന്നോട്ടോ. Okay, ma'am. Unit 7 Montessori Prepared Environment. To help the little ones in their constructive work, we have to create a place where sensitive periods, human tendencies, and plans of development are all being watched. A place where each child works at their own rate as per to their own interests. The Montessori prepared environment is perfect, which improves the children's inner discipline, concentration, belief in themselves, and belief in each other. They involve a sense of responsibility and admiration for the world and the things and people within it. A real Montessori environment helps the child in the construction of their own life.
a fulfilled life that is a part of the greater good. Montessori was of the view that a Montessori environment should be a loving area, that teachers should watch children and make needful changes to the environment to suit the children's requirements. Adi miss? The Montessori environment should be a nourishing place to meet the child's requirements for concentration. All barriers to the child's development should be taken away from the environment. ഓക്കെ. ഈ അബ്ബാസ് സഹിർ എന്ന് കാണുന്നത് പേരെന്താ? റിഷാന. ഞാനിവിടെ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങിയ ഫാത്തിമ വായിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ വായിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഫാത്തിമ എന്ന് തന്നെയാണോ പേരെന്ന് വിചാരിച്ചു. ഫാത്തിമ റിഷാന വായിച്ചു തുടങ്ങി. അതന്നെ അതെ, എനിക്കൊരു സംശയം, ഇനി ഫാത്തിമ റിഷാന എന്നാണോ പേര്? അതെ, ഫാത്തിമ റിഷാന എന്നാണ് പേര്, പക്ഷെ റിഷാന എന്നെല്ലോടത്തും. ഓക്കെ, സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുട്ടികളുടെ ലോകമാണ് ശരിക്കും. നമുക്ക് അവിടെ പ്രത്യേകിച്ച് റോളില്ല എന്ന് പറഞ്ഞാലും, ബട്ട് അവർ റെസ്പോൺസിബിലിറ്റി ഈസ് മോർ. നമ്മൾ അവിടെ ഒരു ഒബ്സർവർ ആയിട്ടാണ് നിൽക്കുന്നത്. കുട്ടികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, മൈന്യൂട്ട് കാര്യമാണെങ്കിലും എന്ത് കാര്യങ്ങൾ തന്നെയാണ് നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അവിടെ അവർക്ക് വേണ്ടുന്ന ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് വേണ്ടുന്ന പ്ലേസ് അല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലിറ്റിൽ വൺസ് അവർക്ക് വേണ്ടുന്ന പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക. അവരുടെ സെൻസിറ്റീവ് പീരീഡ് ആണ് അല്ലെ. കാരണം ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവര് ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് കാര്യങ്ങൾ. ചില കുട്ടികൾ അത് നോക്കി കാണും ആയിരിക്കും ചെയ്യുന്നത്, ചിലരത് കയ്യിലെടുത്ത് നോക്കും, ചിലരത് കുത്തി നോക്കും, മാന്തി നോക്കും, ചിലരത് എറിഞ്ഞു നോക്കും, കടിച്ചു നോക്കും അല്ലെ. കുട്ടികൾ ഓരോ രീതിയിലാണ് ഓരോ ഒബ്ജക്റ്റിനോടും അപ്രോച്ച് ചെയ്യുന്നത്. ബട്ട് നമ്മൾ കമ്പയർ ടു അഡൽട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ they don't even do this type of things. അവരത് ഇങ്ങനെ പോണ വഴിക്ക് ജസ്റ്റ് കാണുന്നു, അവർ കൂടുതൽ മൈൻഡ് ചെയ്യില്ല, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ തിരിച്ചു വെക്കും. സോ കാരണം അവര് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അഡൽട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി പലതും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, അവർക്കെല്ലാം പുതിയതാണ്. അവരവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. പിന്നെ ഹ്യൂമൻ ടെൻഡൻസീസ്, നിങ്ങൾക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട്, ടെൻഡൻസീസ് ഓഫ് ഹ്യൂമൻ. നമുക്ക് എല്ലാവർക്കും ടെൻഡൻസീസ് ഓഫ് മാൻ എടുത്തായിരുന്നു. ആ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കുറേ ടെൻഡൻസീസ് ഉണ്ടല്ലേ മനുഷ്യന്. എക്സ്പ്ലോറേഷൻ, കമ്മ്യൂണിക്കേഷൻ, കാൽക്കുലേഷൻ, അഡാപ്റ്റേഷൻ, അങ്ങനെ പല പല രീതിയിലുള്ള ടെൻഡൻസീസ് നമുക്ക് കാണാം. അപ്പൊ കുട്ടികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ദേ ഓൾസോ ഹാവ് ദാറ്റ് ടെൻഡൻസീസ്. ആദിമ മനുഷ്യൻ തുടങ്ങി അവരുടെ പല ടെൻഡൻസീസും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ്, ഇതെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും പല രീതിയിലും. അവര് ലാംഗ്വേജ് പഠിക്കുന്നത്, അവര് ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇന്റലക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ എന്താ പറയാ കൾച്ചറൽ, അതായത് സയൻസ്, മ്യൂസിക്, ഡാൻസ്, അങ്ങനെ പല പല ഏരിയയിലും ഇവരുടെ ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ്. ഫോർ വാട്ട്? ഓരോ കുട്ടിയുടെയും ഇന്നർ ഡിസിപ്ലിൻ പുറത്തേക്ക് അത് ശരിയാക്കാനും, അവരുടെ കോൺസെൻട്രേഷൻ, പിന്നെ സെൽഫ് കൺസെപ്റ്റ്, ബിലീഫ് ഇൻ ദംസെൽസ്, അവരിലുള്ള ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ്, അവർക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ലാതെ അവർക്കൊരു സെൽഫ് കൺസെപ്റ്റ് അവർക്കുണ്ടാകും. അവർ വിശ്വസിക്കുന്നത് നമുക്ക് ബിലീവ് ഈച്ച് അതർ, മറ്റുള്ളവരെയും. അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, ഇതെല്ലാം വരും. സെൽഫ് ലവ്, മ്യൂച്വൽ ലവ്, സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട് എല്ലാം അവിടെ ഉണ്ടാവുകയാണ്. സോ അതിന് പറ്റിയൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റി, പിന്നെ അവർക്ക് നേച്ചറുമായിട്ടുള്ള കണക്ഷൻ വളരെ കൂടുതലായിരിക്കും, റിയാലിറ്റിയുമായിട്ട് കണക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ലോകത്തുള്ള സകലത്തിനെയും അവർ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ആ ഡിസ്ട്രക്റ്റിംഗ് നേച്ചർ, എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ഇത് അവരിൽ നിന്ന് മാറും അപ്പാടെ. മറിയ മോണ്ടിസോറിയുടെ ഉദ്ദേശം അതായിരുന്നു അല്ലെ. 2 വേൾഡ് വാർ കണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് അവർ ഇനിയുള്ള ജനറേഷൻസ് അങ്ങനെ ആവരുത്, വേൾഡിൽ പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ സെൽഫ് മെയ്ഡ് ആയിട്ട് വരിക. നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷനിൽ പറഞ്ഞു, ആ ഒരു സെൽഫ് മെയ്ഡ്, അവരുടെ ഓൺ ലൈഫ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നു, അവരുടെ രീതികൾ, ഓൺ രീതികൾ അവർ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിലേക്ക് ആ ഗോളിലേക്ക് അവർ എത്തപ്പെടുന്നു, ഫുൾഫിൽ ചെയ്യുന്നു പലപ്പോഴും.
ഓക്കെ, അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം ഒന്നുമല്ല പറയുന്നതിനെ. മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ലവിങ് ഏരിയ ആയിരിക്കണം. അവിടെ നറിഷ് ചെയ്യണം കുട്ടികൾ, പരിപോഷിക്കപ്പെടുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ഒരു നറിഷ്മെന്റ് അവർക്ക് കിട്ടണം അല്ലെ. ആ രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് ആയിരിക്കണം മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ലവ്, കെയർ, അഫെക്ഷൻ എല്ലാം അവിടെ വരുന്നു. കുട്ടികൾ, ടീച്ചേഴ്സ് അല്ല ഫെസിലിറ്റേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫെസിലിറ്റേറ്റേഴ്സ് എപ്പോഴും കുട്ടികളെ വാച്ച് ചെയ്യുക, കുട്ടികൾ അതാണ് അവരുടെ ജോലി. പിന്നെ ആ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ചില ചേഞ്ചസ് ഈ എൻവയോൺമെന്റിൽ വേണം. ഒരു കുട്ടിക്ക് അതുമായി അഡാപ്റ്റഡ് ആകണമെങ്കിൽ ചില ചേഞ്ചസ് വരുത്തണം. സോ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ആ എൻവയോൺമെന്റ് വരുത്തും ടു സ്യൂട്ട് ദ ചിൽഡ്രൻസ് റിക്വയർമെന്റ്. കുട്ടികളുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ച് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ ഒരു മോനുണ്ടായിരുന്നു. അവന് ഏജ് കൊണ്ട് വലുതാണെങ്കിലും ശരീരം കൊണ്ട് വളരെ ചെറുതായിരുന്നു. അപ്പൊ പലപ്പോഴും ചെറിയ ഷെൽഫാണെങ്കിലും ഇവന് ഷെൽഫിന്റെ മുകളിലത്തെ തട്ടിലിരിക്കുന്നത് മറ്റു കുട്ടികളെ പോലെ എത്തില്ല. ഇവന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സേഫ് ആയിട്ട് ഒരു സ്റ്റൂള് വെച്ചു. അപ്പൊ അവൻ ആ സ്റ്റൂളിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആ ഷെൽഫിൽ നിന്ന് മെറ്റീരിയൽ എടുക്കാനായിട്ട് ആ രീതിയിൽ. ബാക്കിയുള്ള കുട്ടികൾക്ക് അല്ല, ചൈൽഡ് സൈസ്ഡും ചൈൽഡ് ഫ്രണ്ട്ലി ആണല്ലോ അവിടുത്തെ അറ്റ്മോസ്ഫിയറും അവിടുത്തെ മെറ്റീരിയൽസും ഷെൽഫും എല്ലാം തന്നെ, ചെയറും ഡെസ്കും എല്ലാം തന്നെ. പക്ഷെ ഈ കുട്ടിയുടെ ശരീരത്തിന് വലിപ്പം കുറവായത് കാരണം ഇവന് എല്ലായിടങ്ങളും എത്താൻ പറ്റില്ല. അങ്ങനെ ഇവന് വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ അവിടെ അറേഞ്ച് ചെയ്തു. അതാണ് പറയുന്നത്, കുട്ടികളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുത്തണം. പിന്നെ ഇതൊരു നറിഷിംഗ് പ്ലേസ് ആണ് അല്ലെ. കുട്ടികളുടെ റിക്വയർമെന്റ്സും അവരുടെ എല്ലാ ഡെവലപ്മെന്റിനും പറ്റുന്ന രീതിയിലുള്ള ഒരു നറിഷിംഗ് പ്ലേസ്. നമുക്കറിയാം ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യത്തിനും നമുക്ക് മനസ്സിലേക്ക് ന്യൂട്രിയൻസ് കിട്ടണം. പോസിറ്റീവ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, അതാണ് മനസ്സിലേക്കുള്ള ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ആങ്കർ, ടെമ്പർ, ജെലസ് എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആക്കുന്ന കാര്യങ്ങളാണ്. അത് മാൽ ന്യൂട്രിയൻസ് ആണ്, ശരിയല്ലാത്ത ന്യൂട്രിയൻസ് ആണ് അല്ലെ. അതാണ് ഇപ്പൊ കുട്ടികൾക്കും ഇവിടെ ന്യൂട്രിയൻസ്, അവർക്ക് ഭക്ഷണം മാത്രമല്ല പോഷക ഗുണമുള്ളത് വേണ്ടത്, അവരുടെ മനസ്സിന്റെ ഡെവലപ്മെന്റ്, മൈൻഡ്, സൈക്കിക് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വാർത്ത്, കെയർ, അഫെക്ഷൻ, ലവ്, സപ്പോർട്ട് എല്ലാം അവർക്ക് അവിടെ കിട്ടണം. സോ അതാണ് മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് എന്ന രീതിയിൽ പറയുന്നത്. അവര് ഹാപ്പി ആയിരിക്കണം, അതെല്ലാം. ഓക്കെ, ഈ എൻവയോൺമെന്റിനെ കുറിച്ച് മറിയ മോണ്ടിസോറിയുടെ ചില പോയിന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ അത് ഫസ്റ്റ് 2 പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ജാസ്മിന്റെ അടുത്തല്ലേ പറഞ്ഞേ? യെസ് മാം. ഫാത്തിമ അടുത്ത 2 പോയിന്റ്സ് വായിച്ചോളൂ കേട്ടോ. വായിക്കട്ടെ മാം. Okay, ma'am. യെസ് പ്ലീസ്. It should be noted that though Montessori put this unusual emphasis on the environment, it is essential to note the following. She considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development, both in the species and in the individual, lie within. The child then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. The environment should be carefully planned for the child by a knowledgeable and sensitive adult. മതിയോ മാം? 2 പോയിന്റ് മതി മതി. ഓക്കെ താങ്ക് യു. നമ്മളിപ്പോ മറിയ മോണ്ടിസോറി ഉദ്ദേശം ആ എൻവയോൺമെന്റിന്റെ രീതികൾ നമുക്ക് മനസ്സിലായല്ലേ. ചൈൽഡ് ഫ്രണ്ട്ലി, കുട്ടികളുടെ ഡെവലപ്മെന്റ്, ഇന്നർ ഡിസിപ്ലിൻ, അവരുടെ സെൽഫ് കോൺസെൻട്രേഷൻ, സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് റെസ്പെക്ട്, മറ്റുള്ളവരുടെ റെസ്പെക്ട്, സെൽഫ് ലവ്, മ്യൂച്വൽ ലവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റിന് അനുസരിച്ച് ആ എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുത്തുക. അതിപ്പോ ഈ ഒരു വർഷം ഉള്ള കുട്ടികളായിരിക്കില്ല, ചിലപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ വേറെയും പുതിയ കുട്ടികൾ വരും. സോ അങ്ങനെ ആ എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ മറിയ മോണ്ടിസോറി പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ എൻവയോൺമെന്റിൽ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട്. സോ അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഒരു നമ്മളിപ്പോ എപ്പോഴും പറയില്ലേ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹോമാണ്, ടീച്ചർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു അമ്മയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ സ്കൂളിനെ കുറിച്ച് പറയുന്നത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റിനെ
ലൈഫിന്റെ സെക്കൻഡറി പാർട്ടായിട്ട് തന്നെയാണ് പറയുന്നത്. ഇനീഷ്യലി കുട്ടി ജനിച്ചു വളരുന്നത് 3 വയസ്സ് വരെ വളരുന്നത് അവന്റെ വീടെന്നുള്ള എൻവയോൺമെന്റിലാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ അതിനുശേഷം ആഫ്റ്റർ 3 years വരുന്നത് ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലാണെങ്കിൽ ലൈഫിലെ ഒരു സെക്കൻഡറി പാർട്ടാണ് എന്ന് പറയാം ഈ എൻവയോൺമെന്റിനെ. മോണ്ടിസോറി കൺസിഡർ ചെയ്തത് അങ്ങനെയാണ്. ഈ എൻവയോൺമെന്റ് ലൈഫിന്റെ ഒരു സെക്കൻഡറി തന്നെയാണ്. പ്രൈമറി ഡെഫിനറ്റ്ലി ഹോം. സോ ആ ഒരു എൻവയോൺമെന്റ്, അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും കുട്ടികളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ, ഹിൻഡർ, അതായത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. കുട്ടികൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇമാജിനേഷൻ, അവരുടെ എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലോർ ചെയ്ത് വരണം. ടെൻഡൻസീസ് ഓഫ് മാൻ എന്നുള്ളതിനോടാണ് എക്സ്പ്ലറേഷൻ. അവർക്ക് മോർ എക്സ്പ്ലറേഷൻ ഉള്ള ഒരു ചാൻസ് അവിടെ കിട്ടണം. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ ഒരു ഫ്രീഡം കിട്ടുന്നത്. അവർക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം ഓരോരുത്തരിലും ഉണ്ടാകും. ആ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഏർജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് കുട്ടികൾ നടക്കും. അഡൾട്ട് മീൻസ് ഓൾറെഡി എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പക്ഷെ കുട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അവന്റെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ അവന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും വരാനുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ അങ്ങനെ ആ കുട്ടികൾക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നറിഷിങ് എൻവയോൺമെന്റ് കൊടുക്കണം. അവനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും അവിടെ പാടില്ല. ഒരു നറിഷിങ് എൻവയോൺമെന്റ് തന്നെയായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഹീ ഗ്രോസ്. അവന്റെ ഉള്ളിൽ കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ ഉള്ളിലുണ്ടായിരുന്ന പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്തത് പുറത്തേക്ക് വിസിബിൾ ആവും. ഫോർ എക്സാമ്പിൾ, ഒരാള് പാട്ട് പാടും എന്ന് നമ്മൾ എങ്ങനെയാ അറിയുന്നേ? ആ ഒരു പാട്ട് പാടാൻ പറ്റുന്ന ഒരു അവസരം അയാൾക്ക് കിട്ടുമ്പോൾ അയാൾ ആ അവസരം ഉപയോഗിച്ച് പാട്ട് പാടുമ്പോഴോ ഇത്ര നന്നായി പാടുമായിരുന്നു. അതേസമയം അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല അയാൾ പാട്ട് പാടുന്നുള്ളത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവരുടെ ഉള്ളിലുള്ള പല പൊട്ടൻഷ്യൽസും തടസ്സങ്ങളും ഒന്നുമില്ലാതെ പുറത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നറിഷിങ് എൻവയോൺമെന്റ് ആയിരിക്കണം നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കിട്ടുന്നത്. അപ്പൊ ആ പൊട്ടൻഷ്യല് പുറത്തേക്ക് വരുമ്പോൾ, എക്സ്പ്ലോർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴാണ് വിസിബിൾ ആകുന്നു. നമ്മളെല്ലാവരും അറിയുന്നു, മനസ്സിലാക്കുന്നു. സോ വി കെയിം ടു നോ ദാറ്റ് ഹി ഹാസ് ദാറ്റ് പൊട്ടൻഷ്യൽ. ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യല് തിരിച്ചറിയാനായിട്ട് ഫെസിലിറ്റേറ്റർക്ക് പറ്റും. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴോ ആ കുട്ടിക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, മോഡിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കൊണ്ടുവരുന്നു. പിന്നെ ഈ എൻവയോൺമെന്റ് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യണം കുട്ടിക്ക് വേണ്ടിയിട്ട്. ഒരു നോളജബിൾ ആൻഡ് സെൻസിറ്റീവ് അഡൾട്ട്. ഈവൻ ദോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിലും കുട്ടിയുടെ ഡെവലപ്മെന്റ്, ബിഹേവിയർ, സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഇതെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള, അതാണ് നോളജബിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിട്ടുള്ള ഒരു അഡൾട്ടിന് മാത്രമാണ് അങ്ങനെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുറെ സാധനങ്ങൾ അവിടെ വാങ്ങിച്ചു വെക്കുകയല്ല വേണ്ടത്. ആ കുട്ടിയുടെ ഏതെല്ലാം ഡെവലപ്മെന്റ് സ്റ്റേജസിൽ ഏതെല്ലാം യൂസ് ചെയ്യപ്പെടും അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സയന്റിഫിക് ആയിട്ട് തന്നെ ആ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. മറിയാം മോണ്ടിസോറിയും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് കാസ ഡെ ഫാമിലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവര് ഡിസൈൻ ചെയ്തു ആ എൻവയോൺമെന്റ്. ബട്ട് വന്ന കുട്ടികൾക്കനുസരിച്ച് അതിന് മോഡിഫിക്കേഷൻസും വന്നു. അത് മാത്രമല്ല, ആ ഒരു എൻവയോൺമെന്റില് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ആക്സിഡന്റ് ആയിട്ടും പല ഇൻസിഡൻസ് നടന്നു. ആ ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് അവിടെ പല മോഡിഫിക്കേഷൻസും വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് 2 points. ഫാത്തിമയല്ലേ? ഫാത്തിമ മൻസൂർ. The adult must be participant in the child's living and growing within the designed environment. In the Montessori environment, the child must be helped in his development by the following methods. He must be aided towards freedom through his environment. He should be given activities that prompt independence. He should not be helped by others in acts he can perform for himself. അത് മതിയോ മാം? ഓക്കെ, അപ്പൊ ആ കുട്ടികളുടെ ലോകമാണത് അല്ലെ? കുട്ടികളുടെ
പ്ലേസ് ആണ്, ഏരിയ ആണ്. അവരവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഡിസൈൻഡ് എൻവയോൺമെന്റ്. അതിൽ ഒരു പാർട്ടിസിപ്പന്റ് മാത്രമായിരിക്കണം അഡൾട്ട്, അല്ലാതെ അഡൾട്ട് അവിടെ ഡോമിനന്റ് ആകരുത്. ആൾക്കാണ് ഇമ്പോർട്ടന്റ്, ആള് പറയുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടറെ പോലെ ആ രീതിയിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. നമ്മളൊരു സൈഡില് ഒരു ഒബ്സർവർ ആയിട്ട് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു പാർട്ടിസിപ്പന്റ്. ആ ഒരു എൻവയോൺമെന്റിലെ പ്രൈം എന്ന് പറയുന്നത് കുട്ടികളാണ്. നമ്മൾ അവിടുത്തെ ഒരു പാർട്ടിസിപ്പന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിൽക്കണം, ഡോമിനന്റ് നേച്ചറിലേക്ക് പോകരുത്. അപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ പല രീതിയിലും അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. കുട്ടികളെ ഈ എൻവയോൺമെന്റിൽ പല കാര്യങ്ങളും, പല മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ അത് ആ മെറ്റീരിയൽസിലേക്ക് എത്തപ്പെടാനും ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻഡിപെൻഡൻസ്, ലൈക്ക് ആ ഒരു ഫ്രീഡം, പ്രോംപ്റ്റ്, ശരിയായ രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡൻസ് വേണം. അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ടൈമും നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസും വെച്ചിട്ടല്ല കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നത്. ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീഡം ഓഫ് ചോയ്സ് അല്ലെ. അവർക്ക് ഒരു മെറ്റീരിയൽ, ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ ആക്ടിവിറ്റിക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എടുക്കാനൊരു ഫ്രീഡം വേണം. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റില് എല്ലാം ചെറിയ സൈസിലുള്ള ഫർണിച്ചേഴ്സ്, ഷെൽഫുകളെല്ലാം ഓപ്പൺ ആയിരിക്കും, എല്ലാം ചൈൽഡ് സൈസ് ആയിരിക്കും. കുട്ടികൾക്ക് തന്നെ പോയി മെറ്റീരിയൽസ് എടുക്കാവുന്ന രീതിയിൽ ചെറിയ സൈസ്. മറ്റുള്ളവർ ഇവനെ ഹെൽപ്പ് ചെയ്യരുത്. അത് തന്നെ ഹി നോ ഹൗ ടു ഡു ബൈ ഹിംസെൽഫ്. തന്നെത്താനെ ചെയ്യട്ടെ. നമ്മൾ പോയി ഹെൽപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവന്റെ ഡെവലപ്മെന്റിനെ അത് അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് 2 പോയിന്റ്സ് ഞാൻ വായിച്ചു. ആരുമില്ലേ? Ma'am, now വായിക്കട്ടെ. He should be taught self-help skills like buttoning, zipping, putting on shoes, and other activities that aid him towards freedom. All material and furniture should be of the exact size for children. This will give children the power over the materials. The furniture should be of the child's height. As everything suits the child, he feels secure and loved. സെൽഫ് ഹെൽപ്പ് സ്കിൽസ്, അതായത് ലൈഫ് സ്കിൽസ് നമ്മൾ പറയുന്ന പോലെ, അതായത് അവർക്ക് തന്നെ ഡ്രസ്സ് ചെയ്യാൻ പറ്റണം, ബട്ടൺ ഇടാനും ഊരാനും, സിപ്പാണെങ്കിൽ സിപ്പ് ഇടാനും ഊരാനും പറ്റണം. പിന്നെ ഷൂസ് ഇടാനും, ഷൂവിന്റെ ലേസ് കെട്ടുന്ന ടൈപ്പ് ഷൂ ആണെങ്കിൽ ലേസ് കെട്ടാനും, ഈ വെൽക്രോ വെച്ചിട്ട് ഒട്ടിക്കുന്ന ടൈപ്പ് ഷൂ ആണെങ്കിൽ അത് ചെയ്യാൻ, അങ്ങനെ എന്തെല്ലാമാണോ വേറെ സെൽഫ് ഹെൽപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. വേറൊരാൾ വന്ന് ഷർട്ട് ഇട്ട് കൊടുക്കാനോ ഇതുപോലെ സിപ്പിട്ട് കൊടുക്കാനോ ഷൂ ഇട്ട് കൊടുത്ത് തുടച്ച് വൃത്തിയാക്കി അത് ലേസ് കെട്ടാനോ ഒന്നല്ല, ഇവൻ തന്നെ ഇത് ചെയ്യാം. നമുക്ക് നമ്മുടെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ ശരിക്കും 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതാണ് പ്രാക്ടിക്കൽ സെഷൻ മോഡ്യൂൾ 3 വരുന്ന 5 പാർട്ട്. അതിലെ ഒന്നാമത്തെ പാർട്ടാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് ഇപ്പൊ പറഞ്ഞ സെൽഫ് ഹെൽപ്പ് സ്കിൽസ് വരുന്നത്, ലൈഫ് സ്കിൽസ് എന്നുള്ള കാര്യം വരുന്നത്. ബട്ടണിങ്, സിപ്പിംഗ്, പുട്ടിങ് ഓൺ ഷൂസ്, അതുപോലെ തന്നെ പോറിംഗ് വാട്ടർ, ഫില്ലിംഗ് ദ കണ്ടെയ്നർ വിത്ത് പൾസസ്, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഇല്ലേ നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന കുറെ സംഭവങ്ങളില്ലേ. ജഗ്ഗിൽ വെള്ളം നിറയ്ക്കുക, വെള്ളം തുളുമ്പി പോയിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലോത്ത് വെച്ച്, മൂപ്പ് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടെങ്കിൽ ക്ലോത്ത് വെച്ച് അവിടെ തുടച്ച് വൃത്തിയാക്കുക. പാത്രങ്ങൾ കഴുകുന്ന ഏജ് ആയിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകി വെക്കുക. കഴുകി വെച്ച പാത്രങ്ങൾ, ചില കുട്ടികൾ പാത്രങ്ങൾ കഴുകണ ഒരു ആയിട്ടുണ്ടെങ്കിൽ കഴുകി വെച്ച പാത്രങ്ങൾ നാപ്കിൻസ് വെച്ച് തുടച്ച് ഡ്രൈ ആക്കി ഷെൽഫിൽ വെക്കുക. അങ്ങനെ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ലൈഫ് സ്കിൽസ് നമ്മളുടെ കിച്ചണിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കിച്ചൺ എന്ന് പറയുന്നത്. വി ക്യാൻ ഡു ദാറ്റ്. ഇപ്പൊ ഒരു വീട്ടിലെല്ലാരും യൂസ് ചെയ്യുന്നത് ഇത് സെറാമിക്കിന്റെ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക. താഴെ പൊട്ടുന്ന ടൈപ്പ്. ഇത് പൊട്ടും എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ തൊടാൻ പോലും സമ്മതിക്കില്ല. കുട്ടിക്ക് വേണമെങ്കിൽ അതിൽ ഭക്ഷണം കൊടുക്കില്ല, അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കില്ല. പൊട്ടും എടുക്കേണ്ട അതോടെ ചിപ്പും, അങ്ങനെ പറയാതെ ലെറ്റ് ഹിം ടേക്ക്, അവനത് എടുക്കട്ടെ. സോ ഇത് കെയർ ചെയ്തെടുക്കേണ്ടതാണ്. ഗ്ലാസ് ആണ്, താഴെ വീണ പൊട്ടും, ആ ഒരു ഐഡിയ അവനിലേക്ക് വരണം. കെയർ ചെയ്തെടുക്കണം. അവൻ അത്രയും ശ്രദ്ധിച്ച് തന്നെ അത് ഉപയോഗിക്കും.
ഒരു അഡൾട്ടിന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ താഴെ വീണ് പൊട്ടും, കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊട്ടില്ല. നമ്മൾ അത്രയും അത് കെയർ ചെയ്യുന്നു. അവന് ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ആദ്യം കൊടുക്കുവാണെങ്കിൽ, അതേസമയം നീ എടുക്കണ്ട, നീ എടുത്താൽ താഴെ വീണ് പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവന് കോംപ്ലക്സ് ആയി, ഈഗോ ഹേർട്ട് ചെയ്തു, സോ ഞാൻ ചെയ്ത അതെല്ലാം മിസ്റ്റേക്ക് ആയി പോകും, അവന്റെ കോൺഫിഡൻസ് ലെവൽ താഴും. സോ ഫ്രം ദ കിച്ചൺ, ഫ്രം ദ ബിഗിനിങ്, അവരുടെ ചെറു പ്രായത്തില് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് തുടങ്ങണം. കിച്ചണിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഞാനിപ്പം പ്രിപ്പയർഡ് എൻവയോൺമെന്റും നമ്മുടെ മോഡ്യൂൾ 3യുമായിട്ടൊന്ന് കണക്ട് ചെയ്യുവാണേ. പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഫസ്റ്റ് 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഏരിയ ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഈസ് നത്തിങ് ബട്ട് നമ്മുടെ കുക്കിംഗ് ലാബ്, കിച്ചൺ തന്നെയാണ്. സോ അത് നമ്മളുടെ ഇതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ബട്ടണിങ് ഫ്രെയിം എന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. ഇവന്റെ പേര് ബട്ടണിങ് ഫ്രെയിം ആണെങ്കിലും ക്ലോത്തിങ് ഫ്രെയിം പോലെയാണ്. അതായത് അതില് ബട്ടൺ ഇടാനും ഊരാനും പല ടൈപ്പ് ബട്ടൺ കേട്ടോ നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റും. നോർമൽ ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ പ്രസ് ബട്ടൺ യൂസ് ചെയ്യാം. അങ്ങനെ ബട്ടണിങ് ഫ്രെയിം, പിന്നെ അതുപോലെ സിപ്പ് ഇടുന്ന അത് ചെയ്യാം. പിന്നെ വെൽക്രോ മനസ്സിലായില്ലേ? മനസ്സിലായി. 2 സ്ട്രിപ്പ് ആയിരിക്കും. ഒരു സ്ട്രിപ്പിൽ ഇങ്ങനെ ചേർക്കുമ്പോ അതിങ്ങനെ പതിഞ്ഞിരുന്നോളും. ഷൂവിന്റെതൊക്കെ പോലെ. ചിലപ്പോ കട്ടൻ 2 പാർട്ടീഷൻ ആണെങ്കിൽ അത് തമ്മിൽ ജോയിൻ ആക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ പലതിനും ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഷൂവിനുണ്ട്, ഈ കെട്ടുന്ന ഷൂവിനേക്കാളും കുറച്ചുകൂടി എളുപ്പം അതാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഊരാനും ഒക്കെ എളുപ്പമുള്ള രീതിയിൽ അങ്ങനെയും ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ മെറ്റീരിയൽസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുവാണ്, അല്ലെങ്കിൽ എനിക്ക് കാണിച്ചു തരായിരുന്നു. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ബട്ടണിങ് ഫ്രെയിം എന്ന് പറഞ്ഞപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് A4 സൈസില് ഒരു പേപ്പർ എടുത്തു. A4 സൈസിൽ ഇത് പറഞ്ഞിട്ടുണ്ട് മിസ്, ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഫ്രെയിം ഉള്ളതാണ്, വുഡൻ ഫ്രെയിം ഉള്ളതാണ്. അതാകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾക്ക് അങ്ങനെ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കാർഡ്ബോർഡ് പീസിൽ കുറച്ച് ഭാഗം ഒട്ടിക്കുക. മുഴുവൻ ഒട്ടിച്ചാൽ നമുക്ക് ഇങ്ങനെ ബട്ടൺ ചെയ്യുമ്പോൾ മൂവ് ആവില്ല, ഓപ്പൺ ആയിട്ട് വരില്ല. അതുകൊണ്ട് ഓപ്പൺ ആവുന്ന ഭാഗം ഒഴിച്ച് ബാക്ക് സൈഡിലേക്കൊക്കെ കാർഡ്ബോർഡിന്റെ പോകുന്നതൊക്കെ ഒട്ടിച്ചു വെക്കുക, നമുക്കൊന്ന് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കണം ഒട്ടിക്കുന്ന രീതി. അതിപ്പം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ മെറ്റീരിയൽസും ഫർണിച്ചേഴ്സും എല്ലാം എക്സാക്ട് സൈസ് ബട്ടണിങ് ഫ്രെയിം ആണിത്. ഒറ്റ ഒരു മരത്തിന്റെ വുഡാണത്. മരത്തിന്റെ ഒരു പീസില് 3 കൂടെ ചെയ്തിട്ടുള്ളത്. ബട്ടൺസ് ഇടാനുള്ളതും ഷൂലേസ് കെട്ടാനുള്ളതും. ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് പറ്റുന്ന മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാം. അതിൽ പറഞ്ഞതാണ് ഇത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്. അതിന്റെ ഒപ്പം തന്നെ പലരും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്യാൻ ഡു. കാരണം ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇത് വൈവ ടൈമില് വി ക്യാൻ ആസ്ക് ലൈക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ടീച്ചിങ് എയ്ഡ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രസന്റ് ചെയ്യാനൊക്കെ പറയും. അല്ലാതെ നമ്മൾ ഇന്നത് കാണിക്കണം എന്ന് പറയില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ, ഉണ്ടാക്കണം തന്നെയാണ് ശരിക്കും. ബട്ട് നമ്മളിന്ന് ഫ്ലെക്സിബിൾ ആയെന്ന് മാത്രം. that doesn't mean that ഉണ്ടാക്കണ്ട എന്നുള്ളതല്ല. ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ ആസ്ക് ലൈക്ക് പ്രസന്റ് എനി ഓഫ് ദ ടീച്ചിങ് എയ്ഡ്സ്. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ചോദിക്കാം, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഉണ്ടാക്കി, എന്തൊക്കെ എഴുതി, എന്തൊക്കെ പ്രിപ്പയർ ചെയ്തു, എന്തൊക്കെ റിപ്പോർട്ട്സ് വെച്ചു, എന്തൊക്കെ റെക്കോർഡ്സ് എഴുതി, എന്തെല്ലാം അങ്ങനെ ചോദിച്ചവരുണ്ട്. ടൈം കിഡ്സിലൊക്കെ ഇന്റർവ്യൂവിന് പോയത് ഭയങ്കര ഇന്റർവ്യൂ ആയിരുന്നു തോന്നുന്നു. അത് 3 ലെവലോ 4 ലെവലോ കൊണ്ട് ഇന്റർവ്യൂ. ഒരു കുട്ടിയുടെ ഫസ്റ്റ് ലെവൽ ക്വാളിഫൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിരുന്നു. അതില് എല്ലാം കൊണ്ടുപോയി അത് ചെയ്ത റെക്കോർഡ്സ്, അസൈൻമെന്റ്സ്, സെമിനാർസ് അങ്ങനെ എല്ലാം കൊണ്ടുപോയി അവിടെ പ്രസന്റ് ചെയ്തായിരുന്നു. ഓക്കെ, സോ എല്ലാം എക്സാക്ട് സൈസ് ഫോർ ചിൽഡ്രൻ ആണ്. സോ അത് കുട്ടികൾക്ക് അവർക്കൊരു സെൽഫ് കൺട്രോൾ കിട്ടും. അവർ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് സെൽഫ് കൺട്രോൾ, ദേ നോ ഹൗ ടു ഡു ഇറ്റ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ മാത്രമല്ല, ഈ 5 ഏരിയ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. ദാറ്റ് ഇസ് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളതാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആയിട്ട് അത് കാണാനായിട്ട് പറ്റും. മാറ്റ്, മനസ്സിലായോ?
സ്മോൾ പീസ് ഓഫ് റെക്ക്, നമ്മൾ നമ്മുടെ ബാത്റൂം ഔട്ട്സൈഡിലൊക്കെ ഇടുന്ന ചവിട്ടിയില്ലേ, ആ ഒരു സൈസ് വരും. അത് മാറ്റ് അല്ലെങ്കിൽ റെക്ക്, ആ ഒരു രീതിയിൽ. അപ്പൊ ഈ മാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 രീതിയിലുള്ള മാറ്റ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഉണ്ടാവും. ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, മടക്കാൻ പറ്റുന്നത്. ഒന്ന് റോൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം യോഗ മാറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ, മടക്കാൻ പറ്റില്ല. അതേസമയം അതിനെ റോൾ ചെയ്ത് വെക്കാം അല്ലെ. ചാർട്ട് പേപ്പർ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, റോൾ ചെയ്യാറാ പതിവ്, എന്നാലും അത് നീറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. മടക്കി കഴിഞ്ഞാൽ നോർത്തുമ്പോ മടക്ക്. അതുപോലെ തന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നമുക്ക് മാറ്റ്സ് ഉണ്ട്. ഈ മാറ്റ് ആ ഒരു സൈസ് ആയിരിക്കും, ഞാൻ പറഞ്ഞില്ലേ ബാത്റൂം സൈഡിലൊക്കെ ഇടുന്ന ഭയങ്കര വലിയ മാറ്റ് ഒന്നും ആയിരിക്കില്ല. ഓൾമോസ്റ്റ് ആ ഒരു സൈസും അതിനേക്കാൾ കുറച്ച് കൂടുതലോ അതിനേക്കാൾ കുറവോ ആ രീതിയിൽ പല ടൈപ്പ്. അപ്പൊ ഈ മാറ്റ് എൻവയോൺമെന്റിന്റെ, അതായത് മോണ്ടിസോറി ക്ലാസ് റൂം മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെയായിട്ട് കോർണറുകളിൽ ഫോൾഡ് ചെയ്തതാണെങ്കിൽ ഫോൾഡ് ചെയ്തും, റോൾ ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ റോൾ ചെയ്തും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് കുട്ടിയുടെ ചോയ്സ് ആണല്ലോ, ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് പോയി എടുക്കാം എന്നുള്ളത്. ഈ മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരുമ്പോ തന്നെ ഇത് മാറ്റും കൊണ്ടുപോകും. ഈ മാറ്റ് ഫോൾഡിങ് ടൈപ്പ് ആണെങ്കിൽ അൺഫോൾഡ് ചെയ്യും, അതൊരു ആക്ടിവിറ്റിയാ. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഒരു മാറ്റ് ഇതിങ്ങനെ അൺഫോൾഡ് ചെയ്യാം എന്നുള്ളത്. അൺഫോൾഡ് ചെയ്യുക. റോളിംഗ് ടൈപ്പ് ആണെങ്കിൽ അതിനെ കൊണ്ട് അൺറോൾ ചെയ്തിട്ട് ഈ മെറ്റീരിയൽസ് അതിന്റെ പുറത്താണ് വെക്കുന്നത്. സോ അപ്പൊ തന്നെ കുട്ടിക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ളത് ഒരു ലിമിറ്റഡ് സ്പേസ് ആയി അല്ലെ. അങ്ങനെ ഓരോ കുട്ടിയും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ മാറ്റ് കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് മെറ്റീരിയൽസ് വെക്കുന്നത്. പല കാര്യങ്ങളുണ്ട് ഇതിന്റെ ഒരു പോസിറ്റീവ്സ് പറയുന്നത്. ഒന്ന്, ഉരുണ്ട പല മെറ്റീരിയൽസും നമുക്ക് കാണും. അതൊക്കെ സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ വെച്ചാൽ ഉരുണ്ടുരുണ്ട് പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതേസമയം മാറ്റിന്റെ പുറത്ത് വെക്കുമ്പോൾ അതിന്റെ ആ ഒരു ഫാബ്രിക് ടൈപ്പ് ആണെങ്കിൽ ഫാബ്രിക്കിന്റെ ആ ഒരു സർഫസിന്റെ ടെക്സ്ചർ കാരണം ഇത് ഉരുണ്ടു പോകില്ല, അതിൽ തന്നെ ഇരുന്നോളൂ. അതൊരു റീസൺ. പിന്നെ മെറ്റീരിയൽസ് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, കുട്ടി ഓടി നടന്ന ആക്ടിവിറ്റി ചെയ്യില്ല. അവന് ഫ്രീഡം ആണെങ്കിലും ദാറ്റ് ഈസ് വിത്തിൻ ദ ലിമിറ്റ്സ് ആയി. ആ മാറ്റിന്റെ ഏരിയയിൽ മാത്രമാണ് അവൻ ആക്ടിവിറ്റി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ തൊട്ടടുത്തിരുന്ന് ചെയ്യുന്ന കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളും ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഇരുന്ന് ചെയ്യുമ്പോൾ they will get freedom that is within the limits. They won't disturb others. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മ്യൂച്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരുവാണ്. അതേസമയം അങ്ങനെയൊന്നും കൊടുത്തില്ല, മാറ്റ് ഒന്നും ഇല്ല, എവിടെയെങ്കിലും ഇരുന്ന് ചെയ്തോളൂ എന്ന് ടീച്ചർ പറയുമ്പോൾ ഇതുങ്ങൾ ഓടി നടക്കും. അതാണ്. അപ്പൊ മാറ്റ് കിട്ടുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ആ ഒരു ഐഡിയ വരും, ദിസ് ഇസ് മൈ ഏരിയ. അത് വരും. ഈ മാറ്റിന്റെ പുറത്തേക്ക് ഇത് പോകാൻ പാടില്ല, ഈ മെറ്റീരിയൽസ് പുറത്തേക്ക് പോകാൻ പാടില്ല. അതെല്ലാം ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന ഡെമോ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ വരും. അപ്പൊ ഈ മാറ്റും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും ഇമ്പോർട്ടന്റ് ഏരിയയാണ്. സോ എല്ലാം ഫർണിച്ചറും എല്ലാം തന്നെ എക്സാക്ട് സൈസ് ഫോർ ദ ചിൽഡ്രൻ. അപ്പൊ കുട്ടികൾക്ക് ഈ മെറ്റീരിയൽസിന്റെ ഒരു പവർ, ഒരു സെൽഫ് കൺട്രോൾ, വേറൊരാൾ വന്ന് അവരെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദേ നോ ഹൗ ടു യൂസ് ദ മെറ്റീരിയൽസ്. കുട്ടികൾക്ക് അറിയാം. ഫർണിച്ചർ കുട്ടികളുടെ ഒരു ഹൈറ്റിൽ തന്നെയായിരിക്കും. എല്ലാം കുട്ടികൾക്ക് സൂട്ട് ആവുന്ന രീതിയിൽ, കുട്ടികൾക്ക് ഒരു സെക്യൂർ ആൻഡ് ലവിങ് ഫീൽ ആയിരിക്കും ഈ ഒരു നറിഷിംഗ് എൻവയോൺമെന്റിൽ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. ലാസ്റ്റ് 2 points, അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് ഫുൾ അങ്ങ് വായിച്ചോളൂ. ആരാ? ഞാൻ വായിക്കാം. The child must be helped in developing discipline by giving him change for constructive work. The child must be helped in developing a clear understanding of good and evil. Chances alle. Okay. Chances of constructive work. The child must be helped in developing a clear understanding of good and evil. The first idea that the child must acquire in order to be actively disciplined is that of the difference between good and evil. The Montessori design environment involved the specially designed classroom materials and the directors. Okay. So the last points. ഇത് മാത്രമല്ല, നമ്മളിപ്പോ മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനെ കുട്ടി തന്നെ ഓരോന്ന് ചെയ്യുവാണ്, അവന്റെ പല ഡെവലപ്മെന്റ് സ്റ്റേജസിലൂടെ പോവുകയാണ്. നമ്മൾ ഓൾറെഡി തേർഡ് യൂണിറ്റിലും 4th യൂണിറ്റിലും ഒക്കെ നമ്മൾ പറഞ്ഞു
ഇവന് ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇന്ന ഡിസിപ്ലിൻ പുറത്തേക്ക് വരാണ്. സോ ഹി ഈസ് ഗെറ്റിംഗ് ദാറ്റ് ചാൻസ്. അതൊന്നും ഒരാള് വടി കൊണ്ട് പേടിപ്പിച്ചോ ഷൗട്ട് ചെയ്തോ ഒന്നും അല്ല ഈ ഡിസിപ്ലിൻ വരുന്നത്. ഡെവലപ്പിംഗ് ഡിസിപ്ലിൻ ബൈ ഗിവിംഗ് ഹിം ചാൻസ് ഫോർ കൺസ്ട്രക്റ്റീവ് വർക്ക്. ഇതുപോലെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആ മാറ്റിന്റെ ആ സ്പേസിൽ ഇരുന്ന് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഡിസിപ്ലിൻ അവന്റെ തന്നെ ഡെവലപ്പ് ആകും. പിന്നെ നമുക്കറിയാം കുട്ടികൾക്ക് ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്നൊന്നും പിടികിട്ടില്ല. ലൈക്ക് കള്ളം പറയരുത്, ഓണസ്റ്റി, സത്യസന്ധനായിരിക്കണം, അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, അതൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടില്ല. പക്ഷെ അത് അവരെ വിഷ്വലൈസ് ചെയ്യിക്കുകയോ അവരെ അത് ഏതെങ്കിലും മോറൽ സ്റ്റോറിയിലൂടെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പറയുമ്പോഴേക്കും ഹി വിൽ ഗെറ്റ് ദാറ്റ് ഐഡിയ. ആ ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടും. സോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ അത് അവനിലേക്ക് നീ ചെയ്തത് ശരിയല്ല, ഇത് തെറ്റാണ്, അങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാളും ഇവൻ ആ ഒരു ചാൻസ് കൊടുക്കുവാണ് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ. സോ ഹി വിൽ ലൈക്ക് ഇപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഫസ്റ്റ് ചെയ്തപ്പോ മേ ബി അവന് തന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ലായിരിക്കും അത് വെച്ച് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അത് പ്ലേസ് ചെയ്തതിനോട് താല്പര്യം അവൻ വീണ്ടും പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവന് സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു മൊമെന്റിലേക്ക് എത്തും. സോ ഹി നോ വാട്ട് വാസ് ഗുഡ്, നോ ഇറ്റ്സ് ഗുഡ് എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും. നേരത്തെ ചെയ്തിട്ട് വാസ് ഇൻ ഗുഡ് ആ ഒരു ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ത്രൂ ദ ആക്ടിവിറ്റീസ് ഹി കെയിം ടു നോ ദാറ്റ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്. അപ്പൊ അവൻ തന്നെ ഈ കൺസ്ട്രക്റ്റീവ് വർക്ക് ചെയ്ത് ശരിയല്ലാത്തത് ഇത് അവന് ശരിക്കും മനസ്സിലാകും. അപ്പൊ ഈ മരിയ മോണ്ടെസോറി എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തത് ഒരു സ്പെഷ്യൽ രീതിയിൽ തന്നെയാണ്. സ്പെഷ്യൽ ഡിസൈൻ ക്ലാസ് റൂം, പിന്നെ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, അവരെല്ലാം അതൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളെ തന്നെ അവരവിടെ വെച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിട്ട് പറയുവാണ്. പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ആ എൻവയോൺമെന്റ് ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ്? ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, മോണ്ടെസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ബേസിക് എലമെന്റ്സ് ഇതാണ്. ആ ഒരു ചെറിയ പാരഗ്രാഫ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. ലാസ്റ്റ് 15 minutes ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ പറഞ്ഞതുകൊണ്ടാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റും ബേസിക് എലമെന്റ്സ് വരുന്നുണ്ട് മോണ്ടെസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പിന്നീടായിട്ട് വരുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ. ബേസിക് എലമെന്റ്സ് വിത്തിൻ ദ ഡിസൈൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഫ്രീഡം, കൺസെപ്റ്റ്സ് ഓഫ് ഫ്രീഡം, സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ, ദ മോണ്ടെസോറി മെറ്റീരിയൽ, ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രീഡം ആണെങ്കിലും ദാറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ്സ്. ഇപ്പൊ മാറ്റ് പ്രൊവൈഡ് ചെയ്തത് ഫ്രീഡം കൊടുത്തു, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. കുട്ടി പോലും അറിയുന്നില്ല അവനെ കൺട്രോൾ ചെയ്യാനാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി മാറ്റ് കൊടുത്തത്. പക്ഷെ അവൻ മനസ്സിലാക്കുന്നത് ആ ഒരു മാറ്റിൽ വെച്ചാണ് ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസിനോടുള്ള റെസ്പെക്ട് ആണ്. മെറ്റീരിയൽസ് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മോശമായി പോകാതെ, ഉരുണ്ടു പോകാതെ, എവിടെയെങ്കിലും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ഐഡിയ ആണ് അവന്റെ ഉള്ളിൽ. ബട്ട് അവിടെ ആ ഒരു വരുന്ന കൺസെപ്റ്റ് ഫ്രീഡം ആണ്, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. ദെൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ, ഇത് കഴിഞ്ഞാൽ ഇതാണ്, നെക്സ്റ്റ് ഇത് ചെയ്യണം, അടുത്ത ഞാൻ ഇത് ചെയ്യണം, ആ ഒരു രീതിയിൽ സ്ട്രക്ചറും ഓർഡറും, സ്ട്രക്ചർ ആൻഡ് ഓർഡർ ആ കൺസെപ്റ്റ് വരുന്നു. ദെൻ റിയാലിറ്റി ആൻഡ് നേച്ചർ, എല്ലാ മെറ്റീരിയൽസും നല്ല റിയൽ ഒബ്ജക്റ്റ് കൊണ്ടാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. വുഡൻ പീസസ്, ഗ്ലാസ്, അങ്ങനെ റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടുള്ള മെറ്റീരിയൽസ്. റിയാലിറ്റി ആൻഡ് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പുറത്ത് കാണുന്ന യൂണിവേഴ്സ്, ആ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് മോണ്ടെസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഇപ്പൊ കുട്ടിക്ക് ഒട്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഇല്ല. കാരണം പുറത്ത് കാണുന്ന എല്ലാ സാധനത്തിന്റെയും ഒരു ചെറിയ വേർഷൻ അവന്റെ ഈ എൻവയോൺമെന്റിൽ കാണുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ആൻഡ് അറ്റ്മോസ്ഫിയർ, അത്രയും ലവിങ് ഏരിയ ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കണക്ട് ചെയ്യുന്നുണ്ട്, ഔട്ട്സൈഡുമായിട്ടും കണക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു മോണ്ടെസോറി സ്കൂള്. പിന്നെ മെറ്റീരിയൽസ് ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടന്റ്. മോണ്ടെസോറി മെറ്റീരിയൽസ് അതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ എൻവയോൺമെന്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെയിൻ സാധനങ്ങളാണ് ഈ മോണ്ടെസോറി മെറ്റീരിയൽസ്. ദെൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പോകണം. സോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിലേക്കുള്ള ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്
കുട്ടികളുടെ അവിടെ നടക്കുന്നത്. അവര് സൊസൈറ്റിയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കുന്നത്, ഉൾവലിഞ്ഞ് നിന്ന് ജീവിക്കുന്നവരും ആയിത്തീരുന്നില്ല. ആ സൊസൈറ്റിയിലേക്ക് അഡാപ്റ്റഡ് ആകുന്നത്, ആ സൊസൈറ്റിയുമായിട്ട് ഇഷ്ടത്തോടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ഇൻഡിവിജ്വൽസ് ആയിട്ട് അവർ മാറുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണ്? ജയദേവ് സാർ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. പറയാൻ എനിക്ക് അതിനെപ്പറ്റി പറയാൻ എനിക്കറിയില്ല. അതെ, അതാണ് ഡൗട്ട്. പിന്നെ മോഡൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ധാരണ കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ട്. പിന്നെ മിസ് ഇനി കഴിഞ്ഞ കുറച്ച് ചാപ്റ്റേഴ്സിൽ മോക്ക് ടെസ്റ്റ് തരാണ്ട് അതൊക്കെ റെഡി ആക്കി വെച്ചേക്കും, അതൊക്കെ ഷെയർ ചെയ്യും. മോക്ക് ടെസ്റ്റുകൾ എത്ര തവണ വേണമെങ്കിലും കയറി പ്രാക്ടീസ് ചെയ്യാം. ഒരു തവണയെന്നല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യൂ. പിന്നെ പലർക്കും ലൈവ് ക്ലാസ്സസ് ഒന്നും മുഴുവനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. എന്നാലും റെക്കോർഡ് ക്ലാസ്സസ് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ റെക്കോർഡ് ക്ലാസ്സും കാണാൻ അങ്ങനെ സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് PDF നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് തോന്നിയാൽ ആ കറസ്പോണ്ടിങ് ക്ലാസ്സസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. പിന്നെ മോക്ക് ടെസ്റ്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ്, ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം മോഡൽ എക്സാം ആയിരിക്കും. ഇപ്പൊ സബ്ജക്റ്റിന്റെ ഡിവിഷൻ തന്നിട്ടുണ്ടല്ലോ, സബ്ജക്ട് വൈസ് ആയിരിക്കും എക്സാം. ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ആൻസറിന് 2 മാർക്കാണ്. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അസൈൻമെന്റിന്റെ കാര്യമായിരുന്നു ഡൗട്ട്. പിന്നെ ഈ മിസ്സേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ആ സമയത്ത് ഞങ്ങളുടെ റെക്കോർഡ് അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടുന്ന് സൈൻ മേടിക്കുകയാണോ വേണ്ടത്? ആ സമയത്ത് നിങ്ങൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പറ്റിയ സമയം സൈൻ വാങ്ങാനും സീൽ വെക്കാനും. ഓക്കെ മാം. അല്ലാണ്ട് ആ സമയത്ത് വരുമ്പോ വൈവ് അല്ലല്ലോ, വൈവ് ഓൺലൈൻ ആയിട്ട് തന്നെ ആവുമോ? ഓൺലൈൻ ആണ്. ഓക്കെ മാം. അപ്പൊ നമ്മൾ മാത്രം കൊണ്ടുവന്നാൽ മതി പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ. റെക്കോർഡും പിന്നെ സർവേ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? സർവേ ചെയ്തിട്ടുണ്ട്. സർവേയുടെ റിപ്പോർട്ടും. ചില കുട്ടികൾ അസൈൻമെന്റ് ബുക്ക് ഒക്കെ കൊണ്ടുവന്ന് സൈനൊക്കെ വാങ്ങിച്ചിരുന്നു. ഒന്നും കൊണ്ടുവരണമെന്നൊന്നും പറഞ്ഞൊന്നുമില്ല, ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞില്ല. അതെല്ലാം കുട്ടികളുടെ സജഷൻ ആയിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തത് ഒരു വാല്യൂ വേണമെങ്കിൽ ഞങ്ങൾക്ക് സൈനും സീലും വേണമെന്ന് പറഞ്ഞു. അവരെന്നെ ശരിയാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ് എന്നത്തേക്കാ നടക്കണേ? അത് നിങ്ങളുടെ ഡേറ്റ് പറയാം. കാരണം നിങ്ങളുടെ മുമ്പിലെ ബാച്ചിന്റെ ഇനി ചെയ്യാനുള്ളത് MT4 ആണ്. അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് MT4 ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡേറ്റ് വരിക. മിസ്സേ, ഇൻ കേസ് നമുക്ക് ഇനിയിപ്പം ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിലോ, അല്ലെ നമുക്ക് അന്നേരം റെക്കോർഡ് ഇപ്പൊ ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? നമ്മള് ഓൺലൈനിലെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രാക്ടിക്കൽ സെഷൻ വെക്കുള്ളൂ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ പറഞ്ഞു 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അതിൽ ഫസ്റ്റ് ഏരിയ നമ്മളിപ്പോ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ പറഞ്ഞു. അത് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി നമ്മൾ ഡെയിലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, കുട്ടികൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഏരിയ ആണ് സെൻസോറിയൽ ഏരിയ. നമ്മളുടെ 5 സെൻസും യൂസ് ചെയ്ത് ചെയ്യേണ്ട മെറ്റീരിയൽസ്. കാണുന്നത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ പറ്റുമായിരിക്കും, തൊട്ട് നോക്കുന്നത് പറ്റില്ല. കേൾക്കണതും ചിലപ്പോ കുറെയൊക്കെ എനിക്ക് ഇങ്ങനെ കാണിച്ച് കേൾപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ കണ്ണടച്ച് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഉണ്ട്, ടച്ച് ചെയ്ത് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് നേരിട്ട് വന്നാണ് പറ്റുള്ളൂ. പിന്നെ ഒട്ടും പറ്റാത്തവർക്ക് അതല്ല മിസ്സേ, വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം നമ്മളിപ്പോ ഇത്രയും നാളായിപ്പോ 1 ഇയർ കോഴ്സാണ്. ഇപ്പൊ ഇത്രയും നാളായി നമ്മൾ എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് പോണു. ടീച്ചേഴ്സ് എല്ലാരെയും കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇനിയിപ്പം വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഓപ്ഷൻ എന്താന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ എന്തായാലും ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ട് ഇത് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പൊ നിങ്ങൾക്കൊരു ഡേറ്റ് പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന് താമസിയാതെ വരും കേട്ടോ, അതിന്റെ കൂടെ വരാം. നമ്മളുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ലല്ലോ. ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്യണം. നമ്മൾക്കിപ്പോ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു ഡേറ്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല.
ഒരു കൺവീനിയന്റ് ഡേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്നത് മാറ്റി വെച്ചിട്ട് വരാൻ ശ്രമിക്കണം എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും മാം, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. വരണത് തന്നെയാണ്. പിന്നെ അറിയില്ല, നോക്കണം. ആ സമയമാകുമ്പോ ഏകദേശം മെയ് മാസമായിരിക്കും മാം. ഏത് മന്ത് സ്റ്റാർട്ട് ചെയ്തേ? ജൂലൈ മാസം. ജൂലൈ മാസം. സോ ദാറ്റ് മീൻസ് ശരിക്കും 10 മെയ് പകുതി ആവുമ്പോ നമ്മൾ കംപ്ലീറ്റ് തീർക്കണം എന്നാണ്. ലാസ്റ്റ് 2 months ജൂലൈക്കുള്ളില് മോഡൽ എക്സാം, പ്രാക്ടിക്കൽ സെഷൻ, ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻസ്, പിന്നെ വൈവ, മെയിൻ എക്സാം എല്ലാം ആ ലാസ്റ്റ് 2 months കൊണ്ട്, അങ്ങനെ 10+2 ആ രീതിയിലാണ് കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നത്. ഫസ്റ്റ് ബാച്ചിനൊക്കെ കുറച്ചൊന്ന് ഡിലേ ആയതേ ഉള്ളൂ. മിസ്സേ, അതുപോലെ പരീക്ഷയ്ക്ക് 1 word ക്വസ്റ്റ്യൻസ് ആണോ വരുന്നേ? നമുക്ക് വരുന്ന MCQ ഇല്ലേ, മോക്ക് ടെസ്റ്റ് വരാറില്ലേ, അതുപോലെ തന്നെയാണ്. ഓപ്ഷൻസ് ഉണ്ടാവുമോ? ആ ഓപ്ഷൻസ് ഉണ്ടാകും, ഡെഫിനറ്റ്ലി 4 ഓപ്ഷൻസ് ഉണ്ടാകും. പിന്നെ 1 മണിക്കൂറായിരിക്കും ഒരു സബ്ജക്റ്റിന്റെ ഡിവിഷൻ കിട്ടിയല്ലോ, ഒരു സബ്ജക്ട്. അങ്ങനെ ഇപ്പൊ ഡിപ്ലോമയുടെ എക്സാം എന്ന് പറയുമ്പോൾ ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ട് 7 സബ്ജക്റ്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. 7 സബ്ജക്റ്റും നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും, PGക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരുമിച്ചായിരിക്കും പരീക്ഷ വരുന്നത്. എക്സാം ഒരുമിച്ച് വന്നിട്ട് ഓരോ എക്സാമും 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓരോ സബ്ജക്റ്റിനും 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് 2 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക് ഓരോ സബ്ജക്റ്റിനും. ഏതാ ടൈം ഉണ്ടായിരിക്കോ? 1 hour എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടി വരും? അത് വേണം. ആ ഒരു ടൈം അല്ലാത്ത ടൈമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ഔട്ട് ആയി പോകും, സ്കോർ ഉണ്ടാവില്ല. മിസ്, ഡേയ്സ് അങ്ങനെ ആയിരിക്കും? ഒരു ദിവസം ഓരോ എക്സാം അങ്ങനെ ആയിരിക്കുമോ? എങ്ങനെ? ഓരോ ദിവസം ഓരോ എക്സാം അങ്ങനെ ആയിരിക്കുമോ? നമ്മള് ഫസ്റ്റ് ബാച്ചിന് മോഡൽ എക്സാം ആയതുകൊണ്ട് അവരോടൊരു സജഷൻ ചോദിച്ചു, ഒരു ദിവസം 2 എണ്ണം വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് മോഡൽ ആയതുകൊണ്ട് അവർ ഓക്കെ പറഞ്ഞു. അപ്പൊ മോഡൽ കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു മെയിൻ എക്സാം ഓരോന്ന് മതി എന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് ബാച്ച്, സെക്കൻഡ് ആൻഡ് തേർഡ് ഒരുമിച്ചാണ് അവര് പറഞ്ഞത്. അവർക്ക് മോഡൽ എക്സാം ആണെങ്കിലും ഒരു ദിവസം ഒരു എക്സാം മതി, പിന്നെ ഗ്യാപ്പ് വേണമെന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഒരു എക്സാം കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ ഗ്യാപ്പ് കൊടുക്കുമല്ലോ, അത് വേണ്ട. കണ്ടിന്യൂസ് ഞങ്ങൾക്ക് മോഡൽ എക്സാമിന് ഒരു ദിവസം ഇതാക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ എല്ലാം ഫൈനൽ ഡിസിഷൻ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ ആട്ടോ. നമുക്ക് ജെന്യുവിൻ ആയിട്ട് ചിലർക്ക് ചില പ്രശ്നങ്ങളുള്ളത് മാത്രമാണ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം കണ്ടക്ട് ചെയ്യുക, അതിനെപ്പറ്റി ഡേറ്റ് ഫിക്സ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും പ്രാക്ടിക്കൽ സെഷന്റെ ഡേറ്റ് വെക്കുക, എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിസിഷൻസ് ആയിരിക്കണം. നമ്മളത് ഫോളോ ചെയ്യുന്നു, ഞങ്ങൾ ടീച്ചേഴ്സും ഫോളോ ചെയ്യുന്നു, നിങ്ങൾ കുട്ടികളും അത് ഫോളോ ചെയ്യണം എന്നാണ്. മോഡൽ എക്സാം കഴിഞ്ഞ മാസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസോ? മോഡൽ എക്സാം ഈ മോഡ്യൂൾ 1 തീരണമല്ലോ. ആ മൊഡ്യൂൾ 1 തീരുമ്പോ ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് മിക്കവാറും ഇപ്പൊ പാർട്ട് 4 കഴിഞ്ഞോ? കുറച്ചും കൂടി എടുക്കാം. മോസ്റ്റ്ലി നമുക്ക് മാർച്ച് ലാസ്റ്റ് ആവുമ്പോഴേക്കും കഴിയും. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മോഡൽ എക്സാം നടത്താം. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് നടത്തുവാണെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് ആവുമ്പോഴേക്കും മെയിൻ എക്സാമും കണ്ടക്ട് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ടൈം വൈവേറ്റ് ചെയ്യാം. ഇടയ്ക്ക് പ്രാക്ടിക്കൽ സെഷൻസും വരുമല്ലോ. ഏപ്രിലോ മെയിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്, ജൂലൈ വരെ ഉണ്ടല്ലോ. ജൂലൈ ആകുമ്പോഴേക്കും കോൺവൊക്കേഷൻ വന്നാൽ മതിയല്ലോ, എല്ലാ എക്സാം എല്ലാം കഴിഞ്ഞ്. സോ ഐ തിങ്ക് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും അതിനെ നമുക്ക് മോഡൽ വൈവയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ തരുമോ? വൈവയ്ക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നും തരില്ല. നിങ്ങൾ ഇന്റർവ്യൂവിൽ മോഡൽ ക്വസ്റ്റ്യൻ തരാറുണ്ടോ? വൈവ എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ തന്നെയല്ലേ. വൈവ 20 minutes ആയിരിക്കും മാക്സിമം. കാരണം ഇത്രയും പേരെ നമുക്ക് ഓൺലൈനും അല്ലേ. ഞങ്ങൾക്കൊക്കെ 1.5 മണിക്കൂറായിരുന്നു കേട്ടോ. ഇംഗ്ലീഷിലായിരിക്കും മലയാളത്തിലായിരിക്കും മിസ്സേ വൈവ? മീഡിയം ഇംഗ്ലീഷ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഡിപ്പെൻസ്, മിക്സഡ് ലാംഗ്വേജ് ആകാം, മാറാം. നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും. പിന്നെ വൈവയ്ക്ക് എന്ത് ചോദിക്കുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കുറെ അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ട്, സർവേ ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് എഴുതിയിട്ടുണ്ട് അല്ലെ. ജസ്റ്റ് അത് റിലേറ്റഡ് ചോദിക്കും. ഇപ്പം കുറെ ആക്ടിവിറ്റീസ്, ഇപ്പൊ ബട്ടണിങ് ഫ്രെയിം ഒക്കെ നിങ്ങൾ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞു. സോ അങ്ങനെ ചോദിക്കും, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് പ്രസന്റ് ചെയ്യാമോ. ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ളവരോടാണെങ്കിൽ ചോദിക്കും, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമെന്ന് ചോദിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നിങ്ങളുടെ വൈവ ചെയ്യുന്നത് ആരായിരിക്കും? ടീച്ചേഴ്സ് ആയിരിക്കും അതോ പുറത്തുനിന്നോ? അങ്ങനെ
മാം തന്നെ ഡെഫിനറ്റ്ലി പുറത്തുനിന്നായിരുന്നു വേണ്ടുന്നത്, പക്ഷെ നമ്മളോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു നമ്മളോട് തന്നെ ചെയ്യാൻ പറഞ്ഞു. അത് അപ്പൊ ഓക്കെ, ഹാപ്പി. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും പല പല സ്ലോട്ടിലായിട്ട്. മാം എന്തിനാ ഈ കോഴ്സ് സെലക്ട് ചെയ്ത്, കോഴ്സ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യാനാ പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കില്ലേ മാം? അതൊക്കെ ചോദിക്കാം, കാരണം നല്ലതല്ലേ. കാരണം പെട്ടെന്നൊരു ഇന്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോൾ ആ ഒരു ചോദ്യം ഫേസ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഇത് നമ്മൾ നേരത്തെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരോട് ചോദിക്കുന്നത്, നിങ്ങൾ അവർക്ക് സിറ്റുവേഷൻസ് കൊടുക്കും. അവര് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ലല്ലോ, പോയവരെയും പോവാത്തവരെയും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. പോയവരോട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയും. എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരോട്, നാളെ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോകുവാണെങ്കിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യിക്കാനാണ് മനസ്സിൽ പ്ലാൻ, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഒരു ചിലപ്പോൾ സിറ്റുവേഷൻസ് കൊടുക്കുക, അത് രണ്ടുപേരോടും കൊടുക്കാം കേട്ടോ. അക്ഷരം ഒട്ടും എഴുതാൻ അറിയാത്തൊരു കുട്ടി, ആ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ളതൊക്കെ വൈവിക്ക് ചോദിക്കുള്ളൂ. പോലെ ക്വസ്റ്റ്യൻ തരും, നമ്മൾ അപ്പൊ തന്നെ ആലോചിച്ച് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ആൻസർ പറയുന്ന പോലെ ആയിരിക്കില്ലേ മാം? അതെ അതെ. ഇന്റർവ്യൂ പോലെ ആയിരിക്കും അല്ലേ മിസ്സേ? എന്തോ ശരിക്കും അതൊരു ഇന്റർവ്യൂ കൂട്ടായിരിക്കും. അതെ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസും കിട്ടുമല്ലോ. പിന്നെ അറിയാവുന്നവര് മുമ്പിൽ ഇരിക്കുമ്പോൾ 1 to 1 രണ്ടുപേരും സംസാരിക്കുന്നത് ഓൺലൈനാന്ന് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മാം ഈ PGയുടെ എക്സാം സെപ്പറേറ്റ് വേറെ ആയിരിക്കോ ഇതിന്റെ കൂടെ? അല്ലല്ല, അതായത് PGയുടെ 7 സബ്ജക്ട് തന്നെയാണല്ലോ ഡിപ്ലോമ വരുന്ന 7 സബ്ജക്ട്. ആ എക്സാംസ് ഒരുമിച്ചായിരിക്കും, എക്സ്ട്രാ 2 സബ്ജക്ട്സ് അത് കഴിഞ്ഞിട്ട്. മാം ഞാൻ ട്രെയിനിങ്ങിന് പോയിനേനെ, പക്ഷെ എനിക്ക് പിന്നെ ചെറിയ ക്ലാസ് അല്ല കിട്ടി. എനിക്ക് 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഞാൻ LSSന്റെയും USSന്റെയും ക്ലാസ്സിനും എടുത്തത്, മാത്സിന്റെ ക്ലാസ്സിനും എടുത്തു കൊടുത്തത്. അപ്പോ അതിനുള്ള ട്രെയിനിങ്ങും കാര്യമെല്ലാം ചെയ്തു തന്നതൊരു. ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുന്നേനെ. അപ്പം ഒരിക്കൽ ഞാനിങ്ങനെ മാത്സ് എന്റെ ക്ലാസ് HM പറഞ്ഞ് കുട്ടിക്ക് റെഡി ആവുകയാണെങ്കിൽ ഒരു 10 ദിവസം എടുത്തു കൊടുത്തൂടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ ഞാൻ റെഡി. അപ്പൊ ഞാൻ എടുത്തു കൊടുത്തതിന് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി ക്ലാസ് എല്ലാം. അപ്പൊ ഞാൻ അങ്ങനെ LSS USSന്റെയും ക്ലാസ് എടുത്തു കൊടുത്തത്. അതിന്റെ എക്സാം കഴിഞ്ഞു വന്നിട്ട്? കഴിഞ്ഞു, കുട്ടികളെ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും, പക്ഷെ എക്സാമിന് അങ്ങനെയല്ല കേട്ടോ. സ്കോർ പിന്നീടേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ടൈം എന്താ പറയാ 12 മണി തുടങ്ങി 1 മണി വരെയാണ് എക്സാമിന് ടൈം വിചാരിക്കുക. എനിക്ക് അറിയില്ല കേട്ടോ ടൈം ഏതായിരിക്കും എന്നുള്ളത്, ഞാനൊരു ഇതായിട്ട് പറഞ്ഞതാ. ആ സമയത്ത് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ സ്കോർ വരുള്ളൂ. അതിനുശേഷം ടൈം ശേഷം ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ വരില്ല. സോ അതുകൊണ്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം. മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും മെയിൻ എക്സാമിന്റെ കാര്യത്തിൽ. മെയിൻ എക്സാം ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം ഇല്ലേ? അതാണല്ലോ മോഡൽ എക്സാമായി നടത്താൻ പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂളിലാണല്ലോ 6 സബ്ജക്ട് വരുന്നത്. സെക്കൻഡ് മോഡ്യൂൾ ആണ് 7ാമത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷ്. അതാണ് മോഡൽ എക്സാം. മോഡൽ എക്സാം മാം സീരിയസ് എക്സാമിന്റെ അതേപോലെ തന്നെ അല്ലേ നടത്തുക? മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ്. തിയറി ഉണ്ടാവില്ല അപ്പൊ? ഇല്ല, അതിന് പകരമാണ് വൈവയിൽ ഈ തിയറികൾ ചോദിക്കുന്നത്. പിന്നെ അസൈൻമെന്റ് കുറെ തന്നില്ലേ, അതെല്ലാമാണ് ആ തിയറി. അതായത് ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു കേട്ടോ. എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് പലതും നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തന്നു. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് അസൈൻമെന്റ് ആയിട്ട് തന്നത്. ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴേ ഫൈനൽ എക്സാമിന്റെ എല്ലാ കൺഫ്യൂഷനും നമുക്ക് തീരില്ലേ? തീരും. അതിനു വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണോ മെയിൻ എക്സാമിന് വരിക എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം.
എക്സാം ഡേറ്റിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻ എന്ന് എനിക്കറിയില്ല. റീ എക്സാം കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇത്ര കുട്ടികൾ ഇപ്പൊ അങ്ങനെ വരുമ്പം പല പല ബാച്ചിലെ കുട്ടികളെ ചേർത്ത് 20 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കൊരു റീ എക്സാം നടത്താനായിട്ട് പറ്റുള്ളൂ. സ്റ്റഡി ലീവ് കിട്ടും. അപ്പോ അതിനനുസരിച്ച് അവര് പ്ലാൻ ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് കിട്ടും. മെയിൻ എക്സാമിന്റെ സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ റീ എക്സാം അതിന് സെപ്പറേറ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയിക്കും അതിന്റെ കാര്യങ്ങൾ. റിവിഷൻ ഉണ്ടായിരിക്കുക. റിവിഷൻ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഒരു 1.5 hour ആഫ്റ്റർ പ്രാക്ടിക്കൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ചെയ്യില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പ്രാക്ടിക്കൽ ചെയ്യില്ലേ, അതിനുശേഷം തിയറിക്ക് മാത്രമായിട്ട് ഒരു സെഷൻ എടുക്കാൻ സമയവും വേണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ഒന്നുകൂടെ കാണിക്കാൻ ഓൺലൈൻ ആയിട്ട് ചെയ്യാനുള്ള ഇത് വേണമെന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. വൺ ഡേ ക്ലാസ് അല്ലേ മിസ്സേ? എന്താണ് പ്രാക്ടിക്കൽസ് ആണോ? പാസ് മാർക്ക് ഇല്ലേ? പാസ് മാർക്ക് എത്രയായിരിക്കും? ഞാൻ പാസ് മാർക്ക് അന്വേഷിക്കാറില്ല. 100-ലാണെങ്കിൽ 35 അല്ലേ മാം പാസ് മാർക്ക്? 36 ആണ്. 36-37 റേഞ്ച് ആയിരിക്കും. ആരും പറയുന്നില്ല. അപർണ മിസ്സിനോട് ചോദിച്ചു, മിസ്സും പറയുന്നില്ല, പറയത്തില്ല എന്ന് പറഞ്ഞു. നമ്മള് പാസ് മാർക്ക് അന്വേഷിക്കില്ല, നമ്മളൊരു ഗോൾ അങ്ങ് സെറ്റ് ചെയ്യാൻ, എന്നാൽ ഞങ്ങൾ തകർക്കും എന്നും പറഞ്ഞു മുന്നേറുക, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ എക്സാം എഴുതുമ്പോ നമുക്കൊരു ഉറപ്പുണ്ടല്ലോ, ഇത്ര ആൻസർ നമുക്ക് ശരിയായിട്ടുണ്ട് എന്നൊരു ഉറപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ ജയിക്കും എന്നൊരു സമാധാനത്തിരിക്കാമല്ലോ, അതുകൊണ്ടാ ചോദിക്കണേ. മിസ്സെ മോഡൽ എക്സാമിന് മുമ്പ് നമുക്കൊരു സ്റ്റഡി ലീവ് കിട്ടുമോ മിസ്സെ? മോഡൽ എക്സാമിന് മുമ്പ് മോഡൽ എക്സാമിന് മുമ്പ് സ്റ്റഡി ലീവ് കിട്ടുമല്ലോ. കാരണം എന്താന്ന് വെച്ചാല് MT3-കാർക്ക് 26-ാം തീയതി, അതായത് February 26 ക്ലാസ് കഴിഞ്ഞു. മോഡൽ എക്സാം 10-ാം തീയതി, March 10. അത്രയും ദിവസം കിട്ടിയില്ലേ? മിസ്സെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ട് മോഡൽ എക്സാം ഇല്ലേ മിസ്സെ? അതും ഇങ്ങനെ സബ്ജക്ട് വൈസ് ആയിരിക്കും, ഓരോ പേപ്പർ വൈസ് അങ്ങനെയാണോ? ആകെ ഒരു മോഡൽ എക്സാമേ ഉള്ളൂ. ഈ ഫസ്റ്റ് മോഡ്യൂളിന്റെ സബ്ജക്റ്റ് ആണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തത്. മോഡ്യൂൾ 2 ആണ് അതിലെ 7ാമത്തെ സബ്ജക്റ്റ് ആയ ഇംഗ്ലീഷ്. പിന്നെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണ്. അതിന് എക്സാം ഇല്ല. മോഡ്യൂൾ 3യുടെ കണ്ടന്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ സെഷനാണ് അതിനകത്ത്. അത് വായിച്ചാൽ അറിയാം. അത് നമ്മൾ അതാണ് മാം ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്റ്റ് ആയിട്ട് എല്ലാവരും കൂടെ ചെയ്യുന്ന 5 പാർട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ഏരിയ നമ്മൾ ഒരു ദിവസം ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ. അത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യും. അപ്പൊ അറിയാലോ, ഓൺലൈനിന്റെ ലിമിറ്റേഷൻസ് അറിയാലോ. ചില മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് തൊട്ട് നോക്കണം എന്നൊക്കെ, ഇങ്ങനെ അതിന്റെ ശബ്ദം സ്മെല് ചെയ്ത് നോക്കേണ്ടതുണ്ടാവും. അതൊന്നും നമുക്ക് ഓൺലൈനിൽ നമുക്കത് ഇപ്പൊ സ്മെല് ചെയ്യേണ്ടത് എനിക്ക് ഒട്ടും ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല. ടച്ച് ചെയ്യേണ്ടതും ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ ടച്ച് ചെയ്യുന്ന ആ റഫ്നെസ് എന്റെ കൈ കൊണ്ട് കുറെ നേരം ഉരച്ച് വരെ കേൾപ്പിച്ചു ഓൺലൈൻ ചെയ്യിച്ചപ്പോ. അപ്പം പ്രാക്ടിക്കല് ഓഫ്ലൈനിലെ പ്രാക്ടിക്കല് കഴിഞ്ഞപ്പോ കുട്ടികളെല്ലാം പറഞ്ഞു ഇപ്പോഴാണ് ഒരു നല്ലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് പറഞ്ഞു. കാരണം ഓൺലൈനിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ശരിയാ മിസ്സേ, ഈ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചപ്പോ ക്ലാസ്സിന് പോയി പഠിച്ചവർക്കൊക്കെ ഒരുപാട് അവസരം കിട്ടുന്നുണ്ട് ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാൻ. ഞാൻ ഇന്റർവ്യൂവിന് ഞാൻ ഇപ്പൊ അടുത്ത് പോയപ്പോ അവിടെ വന്ന കുട്ടികളൊക്കെ എല്ലാ മെറ്റീരിയൽസും കണ്ട് അവര് പഠിച്ചു വന്നവരാണ്, അനുഭവിച്ചു വന്നവരാണ്. എന്റെ അടുത്ത് അതേക്കുറിച്ച് ചോദിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലാവണില്ല, കാരണം നമ്മളവിടെ എത്തിയിട്ടുമില്ല. അപ്പൊ ഞാൻ അതുവരെ ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോകൂല വിചാരിച്ചത്. പക്ഷെ അന്ന് ഇന്റർവ്യൂവിന് പോയപ്പോ തോന്നി എന്തായാലും ഇതിന് പോണെന്ന്. അത് നമ്മളൊന്ന് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ലൈക്ക് ഞാനത് നിർബന്ധപൂർവ്വം പറഞ്ഞു, ആരും നോക്കിയിരിക്കരുത്, ഓരോരുത്തരും ചെയ്തു നോക്കണം എന്ന് പറഞ്ഞു. ആ രീതിയിലായിരുന്നു നമ്മൾ ക്ലാസ് ചെയ്തത്. എല്ലാവർക്കും എല്ലാം യൂസ് ചെയ്യാനുള്ള അവസരം കിട്ടി. മാക്സിമം മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്, ചിലതൊക്കെ അൺഅവൈലബിൾ ആയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും പ്രാക്ടിക്കൽ ക്ലാസ് ഒരു ദിവസാ നമ്മൾ അങ്ങോട്ട് വരേണ്ടത്? വന്ന ബാച്ചിനെല്ലാം 10-10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയായപ്പോ കഴിഞ്ഞു, 1 o'clock ഒക്കെ ആയപ്പോ കഴിഞ്ഞിരുന്നു.
അതുകൊണ്ട് ദൂരേന്ന് വരുമ്പോ അങ്ങനത്തെ ഓർത്ത് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. 1 o'clock ആയപ്പോ നമ്മൾ ഫിനിഷ് ചെയ്തു. കാരണം അതുപോലെ ഉള്ള ഒരു കോർഡിനേഷനും ആ ഒരു സപ്പോർട്ടും ഉണ്ടായതുകൊണ്ടാട്ടോ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചു. അപ്പൊ ഓരോ ബാച്ച് വരുമ്പോഴും ഞങ്ങൾക്കും കുറെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ലാസ്റ്റ് ബാച്ച് വന്നപ്പോ, അതായത് 3 MT3 2 ബാച്ചായിട്ടാ വന്നത്. അവർ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു, 60ഓളം പിള്ളേരുണ്ടായിരുന്നു. 2 ദിവസമായിട്ടായിരുന്നു, 30 പേരായിട്ട്. അപ്പൊ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്കും അശ്വതിക്കും തോന്നി നമ്മൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് എങ്ങനെയാ ഇഷ്ടമുള്ളത് പോയി എടുക്കാമെന്നല്ലേ. ഞങ്ങളൊരു ടേബിളിലെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി എടുക്കാമോ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു ചെയ്തത്. ഓക്കെ മാം, എനിക്കൊക്കെ ഒരുപാട് ദൂരാണ്. എവിടെയാ ബ്രിജിത? മലപ്പുറം കോഴിക്കോട് ബോർഡർ. മലപ്പുറം കോഴിക്കോട് ബോർഡർ. പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വന്നിരുന്നു. ഇത് ഒരു സ്ഥലം പരിചയമില്ല എനിക്കൊന്നും. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി. കുറെ പേര് അങ്ങനെയാണല്ലോ. കണ്ണൂര് ലാസ്റ്റ്. എനിക്ക് ബാംഗ്ലൂരിൽ വരണം മാം. എന്റെ മോൾക്ക് വെക്കേഷൻ ആണെങ്കിൽ സ്കൂൾ ലീവ് ആകുമ്പോ എന്തായാലും നാട്ടിലുണ്ടാവും. സ്കൂൾ ഉണ്ടെങ്കിൽ 2 കുട്ടികളെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വന്നിട്ട് തിരിച്ചു വരണം. ബാംഗ്ലൂരോ? അതെ, ബാംഗ്ലൂരാണോ പറഞ്ഞേ? അതെ മാം. കുട്ടികളെയും കൊണ്ടുവരൂ. കുട്ടികളെയും കൊണ്ടുവന്നവരുണ്ട്, അമ്മമാര്. അല്ല മാം, ഞാൻ പറഞ്ഞത് അല്ല, വെക്കേഷൻ ആണെങ്കിൽ എന്തായാലും നാട്ടിലേക്ക് വരുന്നുണ്ട്. പാലക്കാടാണ്. വെക്കേഷൻ അല്ലാത്ത സമയത്താണെങ്കിൽ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടൈം എപ്പോ വരുന്നത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ. സോ പ്ലീസ്, അല്ലെങ്കിൽ ആ ബാച്ചുകളുടെ കൂടെ വാ. തമ്മിൽ കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ മാക്സിമം എന്തായാലും വരാൻ നോക്കുന്നല്ല. ഒരു കുട്ടി പറഞ്ഞില്ല എനിക്ക് മലപ്പുറത്ത് നിന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഓർത്താണ് ഞാൻ എന്തായാലും വരും. ഓക്കെ. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പ്ലാൻ ചെയ്യൂ. എന്തെങ്കിലും വർക്ക് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് തീർക്കാൻ നോക്കൂ. പിന്നേക്ക് വെച്ചിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് മൊമെന്റ് വന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ഡു? ചെയ്തവരുടെ പരിഗണിക്കട്ടെ, ചെയ്യാത്തവരെ ആണോ പരിഗണിക്കാൻ പറ്റുക? യു ഷുഡ് കൺസിഡർ ദ എഫേർട്ട് ഓഫ് ദോസ് ഹു ഹാഡ് ഡൺ അല്ലെ. ചെയ്തവരുടെ എഫേർട്ടിന് നമ്മൾ എന്തായാലും മാനിക്കണം. സോ ഡെഫിനറ്റ്ലി ആ ഒരു മാർക്കിന്റെ ഡിഫറൻസ് വരും. പ്രാക്ടിക്കലിന് മുമ്പ് മോഡൽ ഉണ്ടാവുമല്ലോ അല്ലെ? മോഡൽ എക്സാം മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഡിപ്പെൻഡ്സ് ആ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച്, പോർഷൻ തീരുന്നതിനനുസരിച്ച്. ഇപ്പൊ വന്ന ബാച്ചിനെല്ലാം മോഡൽ എക്സാമിന് മുമ്പായിരുന്നു പ്രാക്ടിക്കൽസ്. ഓക്കെ മിസ്, പിന്നെ ജയദേവ് സാറിന്റെ അതൊന്ന് ചോദിച്ചു പറയോ മാം? പറയാം. ഇപ്പൊ സാറ് വീട്ടായിട്ട് തരാ പറഞ്ഞതാ. സാറിന് ടൈം കിട്ടണില്ല പറഞ്ഞ. അപ്പൊ ഇന്ന് മാമിനോട് ചോദിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏറെ അത് ചോദിക്കാൻ വേണ്ടി. ഞാൻ അതൊന്നും ഓഫീസിൽ ആരോടെങ്കിലും ചോദിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ വിട്ടുപോയി. കുറേ പേര് എന്നോട് ചോദിച്ചു. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം 1:30 എനിക്ക് ക്ലാസ്. ഓക്കെ മാം, താങ്ക് യു മാം. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മിസ്. സൈൻ ഔട്ട് ചെയ്യട്ടെ. പറയും. സക്സസ് ഈസ് ഫൗണ്ട് ഇൻ യുവർ ഡെയിലി റൊട്ടീൻ. നിങ്ങളുടെ ജീവിത വിജയം നിങ്ങളുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൈൻ ഔട്ട് ബൈ ദിവ്യ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.